മധുര ഒരു കൊടുങ്കാറ്റിനോട് മല്ലിടുമ്പോൾ യമുനാ നദി ഒരു മഹത്തായ രൂപം സ്വീകരിച്ചു. ആ രാത്രി നിറഞ്ഞ ഇടിമിന്നലോടെ കംസരാജാവിന്റെ ജയിലിൽ ഒരു കുട്ടി ജനിച്ചു. ഉയർന്ന തിരമാലകൾക്കും കനത്ത മഴയ്ക്കുമിടയിൽ അച്ഛൻ തന്റെ നവജാത മകനെ ഒരു കൊട്ടയിൽ ചുമന്ന് നിർത്താതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അത്രയും ദൈവിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. യമുനയുടെ ഒഴുക്കിന് അവനെ തടയാനായില്ല. ഒരു തിര പോലും അവന്റെ തലയിലെത്താൻ കഴിഞ്ഞില്ല. ഒരു മഴത്തുള്ളി പോലും അവന്റെ മേൽ വീണില്ല. കാരണം ശേഷനാഗം അവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. യമുനാ നദി കടന്ന് സുഹൃത്തായ നന്ദന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ കുട്ടിയെ അവന് കൈമാറി. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഗോകുലത്തിലെത്തിയത്. ശ്രീകൃഷ്ണന് വ്യത്യസ്ത രൂപങ്ങളും നാമങ്ങളുമുണ്ട്. അവയെല്ലാം ഭക്തർ ആരാധിക്കുന്നുമുണ്ട്. എന്നാൽ ഈ വ്യത്യസ്ത രൂപങ്ങൾക്കും നാമങ്ങൾക്കും പുറകിൽ പറയാത്ത പല കഥകളും രഹസ്യങ്ങളുമുണ്ട്. ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ പ്രണയത്തിന്റെ നാദമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അവൻ ഓടക്കുഴൽ വായിക്കുമ്പോഴെല്ലാം മനുഷ്യർ, മൃഗങ്ങൾ, മരങ്ങൾ, സസ്യങ്ങൾ, ലോകം മുഴുവനും ആ ശബ്ദത്തിൽ മയങ്ങി. എന്നാൽ അവൻ എങ്ങനെയാണ് തന്റെ ഓടക്കുഴൽ ഉണ്ടാക്കിയത്? അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഒരു ദിവസം തനിക്കൊരു ഓടക്കുഴൽ വേണമെന്ന് ശ്രീകൃഷ്ണന് തോന്നി. അവൻ തന്റെ തോട്ടത്തിൽ പോയി അത് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഓടക്കുഴൽ നിർമ്മിക്കാൻ ആവശ്യമായ ശരിയായ വസ്തു കിട്ടിയില്ല. എന്നിട്ട് തോട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു മുളമരത്തോട് പറഞ്ഞു, എനിക്ക് നിന്നിൽ നിന്നും ഒരു പുല്ലാങ്കുഴൽ ഉണ്ടാക്കണം. എന്നാൽ ഇതിന് ഞാൻ നിങ്ങളെ വെട്ടിക്കളയേണ്ടി വരും. എനിക്ക് നിങ്ങളുടെ ശരീരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ വ്യക്തിത്വം തന്നെ അവിടെ നഷ്ടമാകേണ്ടി വരും. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മുളമരം ഉത്തരം നൽകി, പ്രഭു, എന്റെ വ്യക്തിത്വം നിങ്ങളോടൊപ്പമാണ്. അങ്ങ് തരുന്ന ഏത് രൂപവും ഞാൻ സ്വീകരിക്കും. അങ്ങനെ ശ്രീകൃഷ്ണൻ സ്വന്തം കൈകൊണ്ട് ആ ഓടക്കുഴൽ ഉണ്ടാക്കി. അതിലേക്ക് തന്റെ ജീവിതം ഊതി വീർപ്പിച്ചു. ആ ഓടക്കുഴലിൽ നിന്ന് ആദ്യമായി ഒരു ശബ്ദം വന്നപ്പോൾ അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു ദിവ്യ ശബ്ദം പോലെയായിരുന്നു. ആ മധുരമായ ശബ്ദം ഗോപികമാർക്ക് മാത്രമല്ല, പ്രകൃതിയുടെ എല്ലാ മുക്കിലും മൂലയിലും അനുഭവപ്പെട്ടു. ഈ ശ്രുതിമധുരമായ ശബ്ദം കാരണം നാം അദ്ദേഹത്തെ മുരളീധരൻ എന്നാണ് വിളിക്കുന്നത്. ശ്രീകൃഷ്ണൻ എപ്പോഴും തന്റെ പുല്ലാങ്കുഴൽ തന്നോടൊപ്പം സൂക്ഷിച്ചതായി പറയപ്പെടുന്നു. ഇതുമൂലം രാധാറാണിക്കും ബാക്കിയുള്ള ഗോപികമാർക്കും ആ ഓടക്കുഴലിനോട് അസൂയ തോന്നിയിരുന്നു. പക്ഷേ രാധയില്ലാതെ കൃഷ്ണന്റെ ഓടക്കുഴലിന് ഒരു വിലയുമില്ലായിരുന്നു. ഒരു കഥയനുസരിച്ച് രാധാറാണി തന്റെ ശരീരം ഉപേക്ഷിക്കേണ്ട സമയം വന്നപ്പോൾ അവൾ ശ്രീകൃഷ്ണനോട് തന്റെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴൽ വായിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ശ്രീകൃഷ്ണൻ തന്റെ ഓടക്കുഴലെടുത്ത് ശ്രുതിമധുരമായി തന്നെ വായിച്ചു. പക്ഷേ ആ രാഗത്തിൽ തന്റെ പ്രിയപ്പെട്ട രാധയെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാധ പോയതിനു ശേഷം ശ്രീകൃഷ്ണൻ തന്റെ ഓടക്കുഴൽ തകർത്ത് യമുന നദിക്കരയിൽ ഉപേക്ഷിച്ചു. ആ കഷ്ണങ്ങൾ ഭൂമി സ്വയം പരിപാലിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. അത് യമുനയുടെ കൂടെ ഒഴുകിപ്പോയതായും ചിലർ പറയുന്നു. പക്ഷെ ഇന്നും ശ്രീകൃഷ്ണന്റെ പേര് വരുമ്പോഴെല്ലാം അവന്റെ പേരിനൊപ്പം ഓടക്കുഴൽ നാദവും ചേർന്നു വരും. ആർക്കും ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയാത്ത അത്തരമൊരു പ്രണയമാണ് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയം. ഒരു കഥയനുസരിച്ച് കൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോൾ അവന്റെ അമ്മ യശോദ അവനെ സുഹൃത്തായ കീർത്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആ മകളെ കണ്ടപ്പോൾ അമ്മ യശോദ അവളുടെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി കണ്ടു. ആ പെൺകുട്ടി ഒരു പുഷ്പം പോലെ മൃദുവായിരുന്നു. അവൾ തിളങ്ങുന്നുണ്ടായിരുന്നു, സ്വർണം പോലെ. പക്ഷെ കീർത്തിയുടെ മുഖത്ത് ചിരിയോ സന്തോഷമോ ഇല്ലായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കുഞ്ഞിന് കാണാൻ പറ്റില്ല എന്ന്. ജനനം മുതൽ അവൾ കണ്ണു തുറന്നിട്ടേയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് കുറെ നേരം ഇരുന്നു. അതിനിടയിൽ ശ്രീകൃഷ്ണൻ വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പെൺകുട്ടിയുടെ തൊട്ടിലെത്തി. കൃഷ്ണൻ ആ കുഞ്ഞിനെ തൊട്ടിലിന് മുകളിൽ നിന്ന് കാണാൻ ശ്രമിച്ചു. അവന്റെ ചെറിയ കാലുകൾ പൊക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ യശോദ കീർത്തിയോട് യാത്ര പറയുമ്പോൾ ആ പെൺകുഞ്ഞ് കണ്ണു തുറന്ന് പുഞ്ചിരിക്കുന്നത് അവൾ കണ്ടു. ആ പെൺകുഞ്ഞ് മറ്റാരുമല്ല, ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട രാധയായിരുന്നു. ശ്രീകൃഷ്ണൻ വന്നയുടനെ രാധ കണ്ണു തുറന്നു. കൃഷ്ണനെ ആദ്യമായി കണ്ടപ്പോൾ രാധയ്ക്ക് അവളുടെ മനസ്സ് നഷ്ടപ്പെട്ടു. ആ നിമിഷം മുതൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും അവളുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വേർപെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കണ്ണിൽ കൃഷ്ണൻ അവളുടേത് മാത്രമായിരുന്നു. രാധ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ കൃഷ്ണനിൽ വസിക്കുന്നു, അവൻ എന്നിൽ വസിക്കുന്നു. മാത്രമല്ല
ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല. അവൻ എപ്പോഴും എന്റെ കണ്ണിലുണ്ട്. കൃഷ്ണനുമായുള്ള രാധയുടെ ബന്ധവും വ്യത്യസ്തമായിരുന്നു. രാധ പൂർണ്ണമായും കൃഷ്ണനെ സമർപ്പിച്ചു. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധ അവന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരുടെ പേരുകൾ ഒരുമിച്ച് വായിക്കുന്നത്. രാധയും കൃഷ്ണനും എന്നല്ല, രാധാകൃഷ്ണൻ. രാധയില്ലെങ്കിൽ കൃഷ്ണൻ അപൂർണനാണ്. കൃഷ്ണനില്ലാതെ രാധയ്ക്ക് അർത്ഥമില്ല. ഈ ബാലഗോപാലൻ എങ്ങനെയാണ് ദൈവത്തിന്റെ രൂപമാകുന്നത്? ബാലഗോപാലന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ അദ്ദേഹത്തെ ഗോപാലന്റെ രൂപത്തിൽ ലീലകൾ അവതരിപ്പിക്കുന്നതായെല്ലാം കാണാറുണ്ട്. എന്നാൽ ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ ഗോപാലന്റെ രൂപത്തിൽ കണ്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ ബ്രഹ്മാവ് ആവേശഭരിതനായി. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരം എങ്ങനെയുണ്ടെന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഭൂമിയിൽ വന്നപ്പോൾ ചില ഗോപാലന്മാരെ കണ്ടു. അവർ കളിക്കുകയായിരുന്നു. പുല്ലാങ്കുഴലിന്റെ മധുരമായ ഈണത്തിൽ നഷ്ടപ്പെട്ട പശുക്കളെ തിരികെ വിളിക്കുകയായിരുന്നു. എന്നാൽ ഭഗവാന്റെ രൂപം എപ്പോഴും ഒരു മഹാജ്ഞാനിയായിരിക്കും, യോദ്ധാവ് അല്ലെങ്കിൽ ഭക്തനായ ഒരു രാജാവിന്റെ രൂപമായിരിക്കും. എന്നാൽ ഇതൊരു സാധാരണ ഗോപാലനായിരുന്നു. ഇതെങ്ങനെ ദൈവത്തിന്റെ അവതാരമാകും? ബ്രഹ്മാവിന് ഈ സമയം കൃഷ്ണനെ പരീക്ഷിക്കണമായിരുന്നു. കൃഷ്ണന്റെ എല്ലാ കൂട്ടാളികളെയും പശുക്കളെയും അവൻ അപ്രത്യക്ഷമാക്കുകയും ഒപ്പം ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1000കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി. പക്ഷെ അവിടെ കണ്ട കാഴ്ച തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാനായില്ല. ഭൂമിയിലെല്ലാം ഒരേപോലെയായിരുന്നു. ശ്രീകൃഷ്ണൻ, അവന്റെ കൂട്ടാളികൾ, അവന്റെ പശുക്കൾ എല്ലാം ഒരേപോലെ. ബ്രഹ്മാവ് നേരത്തെ കണ്ടതുപോലെ തന്നെ. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും ബ്രഹ്മലോകത്താണ്. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന് സത്യം കാണിച്ചു കൊടുത്തു. ആ ഗോപാലന്മാരും തന്റെ പശുക്കളും എല്ലാം കൃഷ്ണനാണെന്ന് ബ്രഹ്മാവ് കണ്ടു. പശുക്കളെ കെട്ടുന്ന കയറും കൃഷ്ണനാണ്. അവരെല്ലാവരും ഇരുന്നിരുന്ന മരം അതും കൃഷ്ണനാണ്. അവർക്ക് ചുറ്റുമുള്ളതെല്ലാം കൃഷ്ണനാണ്. ഈ ഗോപാലൻ സാധാരണ മനുഷ്യൻ അല്ല എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. ഇത് യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹം ശ്രീകൃഷ്ണനോട് മാപ്പ് പറയുകയും സഹയാത്രികരെ തിരിച്ചയക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ യൗവന രൂപത്തെ ഗോപാലൻ എന്ന് വിളിക്കാറുണ്ട്. പശുക്കളെ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്നാൽ താമസിയാതെ മറ്റൊരു സംഭവം നടന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഈ പേര് വ്യത്യസ്തമായ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോയി. കൃഷ്ണന്റെ ഈ 2 പേരുകളും ഒരേ രീതിയിലാണ് കാണുന്നത്. രണ്ടിനും ഏതാണ്ട് ഒരേ അർത്ഥം. എന്നാൽ ഇവ രണ്ടും വേർതിരിക്കുന്ന ഒരു കഥയുണ്ട്. എല്ലാ വർഷവും ഗോകുലത്തിലെ ജനങ്ങൾ ഇന്ദ്രനെ ആരാധിച്ചിരുന്നു. അങ്ങനെ അവരുടെ ഗ്രാമത്തിൽ നല്ല മഴയുണ്ട്, കൃഷിയും നന്നായി തുടരുന്നു. എന്നാൽ ഒരു ദിവസം ശ്രീകൃഷ്ണൻ തന്റെ പിതാവായ നന്ദമഹാരാജാവിനോട് ചോദിച്ചു, നമ്മൾ എന്തിനാണ് ഇന്ദ്രനെ ആരാധിക്കുന്നത്? മഴ പ്രകൃതിയുടെ നിയമമാണ്. വിളകളുടെ കൃഷി നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. അത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നമുക്ക് ഭക്ഷണം നൽകുന്നത് ഈ ഗോവർദ്ധൻ പർവ്വതമാണ്. ഇതിനെ ആരാധിക്കുന്നതിന് പകരം എന്തിന് ഇന്ദ്രഭഗവാനെ ആരാധിക്കണം? ഇത് കേട്ട് നന്ദമഹാരാജാവും ഗ്രാമവാസികളും കൃഷ്ണനോട് യോജിച്ചു. ഗോവർദ്ധൻ പർവ്വതത്തെ ആരാധിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി ബ്രാഹ്മണർക്ക് വിളമ്പി. എന്നാൽ ഇതെല്ലാം ഇന്ദ്രദേവന് താൻ അപമാനിക്കപ്പെട്ടുവെന്ന തോന്നലുണ്ടാക്കി. അവരിൽ കടുത്ത ദേഷ്യം നിറഞ്ഞു. പൊടുന്നനെ കടുത്ത മേഘങ്ങൾ ഗോവർദ്ധൻ പർവ്വതത്തിന്മേൽ പതിക്കാൻ തുടങ്ങി. ശക്തമായ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. ഇത് കണ്ടയുടനെ ഗോകുലം ആകെ വിറച്ചു. കൊടുങ്കാറ്റുള്ള മഴ കണ്ട് ഗോകുലത്തിലെ ജനങ്ങൾ ഭയന്നു. പശുക്കൾ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാവരും കൃഷ്ണന്റെ അടുക്കൽ സഹായത്തിനായി വന്നു. ഇത് ഇന്ദ്രന്റെ അഹംഭാവമാണെന്ന് കൃഷ്ണന് മനസ്സിലായി. അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ഗ്രാമവാസികളോട് കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മഴ നിന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ട് കണ്ണു തുറന്നു. ആ സമയം കണ്ടത് കൃഷ്ണൻ തന്റെ ചെറുവിരലിൽ ഗോവർദ്ധൻ പർവ്വതം പിടിച്ചിരിക്കുന്നതായിരുന്നു. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ അദ്ദേഹം പർവ്വതം ഉയർത്തി ഇന്ദ്രന്റെ കോപത്തു നിന്നും ജനങ്ങളെ സംരക്ഷിച്ചു. ഒടുവിൽ ഇന്ദ്രൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും കാലാവസ്ഥ ശരിയാക്കുകയും കൃഷ്ണനോട് മാപ്പ് പറയുകയും ചെയ്തു. അന്നു മുതൽ കൃഷ്ണൻ പശു സംരക്ഷകനായ ഗോപാലിൽ നിന്ന് ഗോവിന്ദനായി മാറി. കാരണം ലോകത്തിന്റെ മുഴുവൻ സംരക്ഷകനായിരുന്നു അദ്ദേഹം.
ശ്രീകൃഷ്ണൻ എന്ന കാമുകന്റെയും ഗോപികമാരുടെയും ഒരുമിച്ചുള്ള ലീലകളുടെ കഥ ഇന്നും പറയപ്പെടുന്നുണ്ട്. വാക്കുകളാൽ പറഞ്ഞറിയിക്കാനാകാത്ത സ്നേഹബന്ധമായിരുന്നു അവരുടേത്. കൃഷ്ണന്റെ ലീലകൾക്കും യാതൊരു കുറവുമില്ല. കൃഷ്ണന് ഗോപികമാരോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന്റെ ആരാധനയും വിനോദവുമായിരുന്നു. അങ്ങനെ അദ്ദേഹം യശോദയുടെ കണ്ണനായി മാറി, ഗോകുലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദകുമാറായി മാറി, ഭക്തർക്ക് ഹരിയായി മാറി, ഗോപികമാർക്കും രാധയ്ക്കും മോഹനനായി മാറി, ജഗന്നാഥനായി മാറി, ജനാർദ്ദനായി മാറി, വാസുദേവനായി മാറി, മധുസൂദനനായി മാറി, കേശവനായി മാറി, പാർത്ഥസാരഥിയായി മാറി, ഭക്തവത്സലനായി മാറി, അജയ്യനായി മാറി. ശ്രീകൃഷ്ണന്റെ ഈ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ശ്രീകൃഷ്ണനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപം ഏതാണെന്നുള്ളതും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.